കരിമല കാടുകളിൽ നിന്നുമെത്തിയ ദുർമാന്ത്രികൻ ഭൈരവന്റെ കറുത്ത വസ്ത്രങ്ങളും കഴുത്തിലെ തലയോട്ടി മാലകളും തറവാട്ടിൽ വലിയൊരു ഭീതി പടർത്തി. അവ മുറ്റത്തേക്ക് കാൽ വെച്ചതും തറവാട്ടിലെ ഐശ്വര്യമായ പൂച്ചെടികൾ കരിഞ്ഞുണങ്ങി. പൂമുഖത്ത് നിന്ന നാഗലക്ഷ്മിയുടെ നെഞ്ചിൽ അതികഠിനമായ വേദന പടർന്നു. ഭൈരവന്റെ ചോരക്കണ്ണുകൾ അവളിലേക്ക് തറഞ്ഞു നിൽക്കുകയായിരുന്നു. മാധവമേനൻ വില്ലത്തരത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഭൈരവ, ഇതാണ് ഞാൻ പറഞ്ഞ പെണ്ണ്. കാവിലെ ശാന്തത തകർത്തവൾ, എന്റെ അനന്തനെ വശീകരിച്ച മായക്കാരി. ഭൈരവൻ വികൃതമായ ശബ്ദത്തിൽ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇവളാണോ സർപ്പകാവിലെ കാവലാൾ? ഇവളുടെ ചോരയിൽ നാഗശക്തിയുണ്ട് മേനോനെ. പക്ഷെ എന്റെ കറുത്ത മന്ത്രങ്ങൾക്ക് മുന്നിൽ ഇവൾ വെറും ഒരു നിഴൽ മാത്രം. ഭൈരവൻ തന്റെ സഞ്ചിയിൽ നിന്ന് കുറച്ച് കറുത്ത മണ്ണെടുത്ത് മന്ത്രിച്ച് നാഗലക്ഷ്മിക്ക് നേരെ എറിഞ്ഞു. ആ മണ്ണ് വായുവിൽ തട്ടി പുകയായി മാറി നാഗുവിന്റെ നേരെ പാഞ്ഞു ചെന്നു. കഠിനമായ വേദനയിൽ നാഗലക്ഷ്മി നിലവിളിച്ചുകൊണ്ട് നിലത്തേക്ക് വീഴാൻ പോയി. പെട്ടെന്ന് അനന്തൻ പാഞ്ഞെത്തി അവളെ മാറോടണച്ച് ഭൈരവന്റെ മുന്നിലേക്ക് കയറി നിന്നു. അനന്തൻ കോപത്തോടെ വിറച്ചുകൊണ്ട് പറഞ്ഞു, നിർത്തടാ അവിടെ. എന്റെ തറവാട്ടിൽ കയറി എന്റെ പെണ്ണിന് നേരെ കയ്യോങ്ങാൻ നിനക്കെത്ര ധൈര്യമുണ്ടടാ? മാധവമേനോൻ പറഞ്ഞു, അനന്താ, മാറി നിൽക്കവിടെ. നിന്റെ തലച്ചോറ് അവൾ വശീകരിച്ച് വെച്ചിരിക്കുകയാണ്. ഈ തറവാടും കാവും രക്ഷപ്പെടണമെങ്കിൽ ഇവളെ ഇവിടെ നിന്ന് മാറ്റിയേ തീരൂ. അനന്തൻ പറഞ്ഞു, ഇവളെ തൊടണമെങ്കിൽ ആദ്യം എന്നെ കൊല്ലേണ്ടി വരും. അനന്തൻ നാഗലക്ഷ്മിയെ തന്റെ ശരീരത്തോട് ചേർത്ത് പിടിച്ച് സംരക്ഷിച്ച നിമിഷം അത്ഭുതകരമായ ഒന്ന് സംഭവിച്ചു. അനന്തന്റെ ആത്മാർത്ഥമായ പ്രണയവും സ്നേഹവും നാഗലക്ഷ്മിക്ക് വലിയൊരു അമാനുഷിക ശക്തി നൽകി. അവളുടെ കഴുത്തിലെ സർപ്പമുദ്ര മുമ്പെങ്ങുമില്ലാത്ത വിധം ചുവന്ന് തുടുത്തു തിളങ്ങി. ആ സ്വർണ്ണ വെളിച്ചം ഭൈരവന്റെ കറുത്ത പുകയെ തട്ടിത്തെറിപ്പിച്ചു. നാഗലക്ഷ്മി കണ്ണുകൾ ചുവന്ന് ഗൗരവമുള്ള ശബ്ദത്തിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, അധർമ്മം പ്രവർത്തിക്കാൻ വന്നിരിക്കുന്ന ദുർമാന്ത്രിക, സർപ്പദേവതകളുടെ കാവലുള്ള ഈ കാവിൽ മഠത്തിലേക്ക് നിന്റെ കറുത്ത ശക്തികൾ ഫലിക്കില്ല. സർപ്പമാണിക്യം കൊതിച്ചാണ് നീ വന്നതെങ്കിൽ നിന്റെ ഭസ്മം മാത്രമായിരിക്കും ഇവിടുന്ന് മടങ്ങുക. നാഗലക്ഷ്മിയുടെ ഉള്ളിൽ നിന്ന് ഉയർന്ന ആ ദിവ്യമായ ശബ്ദവും വെളിച്ചവും കണ്ട് ഭൈരവൻ 2 ചുവട് പുറകോട്ട് മാറി. കാട്ടിൽ നിന്ന് 100 കണക്കിന് പാമ്പുകൾ പടിപ്പുര ലക്ഷ്യമാക്കി ഇഴഞ്ഞടുക്കാൻ തുടങ്ങി. ഭൈരവൻ ചോരക്കണ്ണുകൾ ഉരുട്ടി മനസ്സിലുള്ള ഭയം മറച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു, ഇവളുടെ ഉള്ളിലെ ശക്തി വിചാരിച്ചതിലും ശക്തമാണ് മേനോനെ. പകൽ സമയത്ത് ഇവളെ തളയ്ക്കാൻ കഴിയില്ല. അർദ്ധരാത്രിയിലെ കറുത്തവാവ് പൂജയിൽ ഇവളെ ബലി കൊടുത്താലേ ആ സർപ്പമാണിക്യം നമുക്ക് സ്വന്തമാക്കൂ. ഭൈരവനും മാധവമേനോനും തൽക്കാലം പിൻവാങ്ങി. ഭൈരവനും സംഘവും പോയെങ്കിലും തറവാട്ടിലെ അന്തരീക്ഷം കനത്ത ഭീതിയിലായിരുന്നു. അനന്തൻ നാഗലക്ഷ്മിയെ തറവാടിന്റെ കുളക്കടവിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. നിലാവിന്റെ വെളിച്ചത്തിൽ പൂത്തു നിൽക്കുന്ന ഏഴിലം പാലയുടെ ചുവട്ടിൽ അവർ ഒന്നിച്ചിരുന്നു. നാഗുവിന്റെ മുറിവുകളിൽ അനന്തൻ തണ്ണീർ തുള്ളികൾ തൊട്ടു തടവി. അവളുടെ കണ്ണുകളിൽ നിന്ന് കവിളിലൂടെ ഇറ്റു വീണ കണ്ണുനീർ തുള്ളി അനന്തൻ തന്റെ വിരലുകളാൽ തുടച്ചു മാറ്റി. അനന്തൻ അവളുടെ കൈകൾ തടവി കൺതടങ്ങളിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഈ കണ്ണുകളിൽ ഭയം കാണാൻ എനിക്ക് കഴിയില്ല നാഗു. നിന്റെ ഈ ജന്മം എന്താണെന്നോ നിന്റെ കഴുത്തിലെ ഈ സർപ്പമുദ്ര എന്താണെന്നോ എനിക്ക് അറിയേണ്ട. എന്റെ ശ്വാസം നിലയ്ക്കുന്നതുവരെ ഈ അനന്തൻ നിന്റെ തണലായി ഉണ്ടാകും. നാഗലക്ഷ്മി അവന്റെ നെഞ്ചിലേക്ക് ചാരി താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു, എന്റെ ആയുസിന്റെ ഭാരം മുഴുവൻ ഈ തറവാടിന്റെ ശാപമാണ് അനന്തേട്ട. നമ്മൾ തമ്മിലുള്ള ബന്ധം ഈ ജന്മത്തിൽ തുടങ്ങിയതല്ല, യുഗങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ടതാണ്. പക്ഷെ എന്നെ സ്നേഹിച്ചാൽ അനന്തേട്ടന്റെ ജീവന് അപകടമാണ്. അനന്തൻ അവളുടെ നെറ്റിയിൽ മുത്തമിട്ട് പറഞ്ഞു, നിനക്കൊപ്പം ജീവിച്ച് മരിക്കാനാണെങ്കിൽ ആ മരണവും എനിക്ക് വസന്തമാണ് നാഗു. ഈ ലോകത്തിലെ മുഴുവൻ ദുർശക്തികൾ വന്നാലും നിന്നെ എന്നിൽ നിന്ന് വേർപെടുത്താൻ ഞാൻ സമ്മതിക്കില്ല. നിശബ്ദമായ ആ രാത്രിയിൽ 2 ഹൃദയങ്ങൾ തമ്മിലുള്ള ആത്മബന്ധവും സ്നേഹവും കൂടുതൽ ആഴമുള്ളതായി മാറി. അനന്തൻ ആശങ്കയോടെ പറഞ്ഞു, എങ്കിലും നാഗു, ആരാണ് ആ ഭൈരവൻ? അവൻ എന്താണ് മാണിക്യത്തെക്കുറിച്ച് പറഞ്ഞത്? നീ എന്നോട് കാര്യങ്ങൾ തുറന്നു പറയണം നാഗു. എന്നെ ഇനിയും ഇരുട്ടിൽ നിർത്തരുത്. നാഗലക്ഷ്മി പറഞ്ഞു, ഇനി ഞാൻ ഒന്നും ഒളിക്കില്ല അനന്തേട്ട. ഈ കാവിൽ മഠത്തിന്റെ അടിത്തട്ടിൽ പുണ്യമായ സർപ്പമാണിക്യമുണ്ട്. അത് ലോക നന്മയ്ക്കായി സർപ്പദേവതകൾ കാത്തു സൂക്ഷിക്കുന്ന ദിവ്യരത്നമാണ്. 100 വർഷങ്ങൾക്ക് മുൻപ് ഈ തറവാട്ടിലെ കാരണവർ ആ മാണിക്യം സ്വന്തമാക്കാൻ ശ്രമിച്ചപ്പോൾ കാവ് ശാപഗ്രസ്തമായി. ഞാൻ ആ കാവലാളന്മാരുടെ തലമുറയിൽ പെട്ടവളാണ്. എന്റെ ജന്മം തന്നെ ആ മാണിക്യത്തെയും ഈ തറവാടിനെയും സംരക്ഷിക്കാനാണ്. പക്ഷെ മാധവ അമ്മാവന് ആ മാണിക്യത്തോടുള്ള ആർത്തിയാണ് ഇപ്പോൾ ഭൈരവനെ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. വരാൻ പോകുന്ന അർദ്ധരാത്രി, അതാണ് കറുത്തവാവ്. അന്ന് രാത്രി ഭൈരവൻ നാഗബലി നടത്താൻ പ്ലാൻ ചെയ്യുകയാണ്. കുളക്കടവിൽ നിന്ന് അനന്തൻ നാഗലക്ഷ്മിയെ തറവാടിന്റെ പൂമുഖത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നപ്പോഴാണ് മാധവമേനോൻ വീണ്ടും ദേഷ്യത്തോടെ കയറി വന്നത്. മാധവമേനോൻ പറഞ്ഞു, കണ്ടോ അനന്ത, ഇവൾ തന്നെ അത് സമ്മതിച്ചു. ഇവൾ ആ പാമ്പുകളുടെ ആളാണ്. ഇവളെ ഇവിടെ വെച്ചാൽ തറവാട് ചാരമാകും. ഇറക്കി വിടടാ അവളെ ഇവിടെ നിന്ന്. എന്നാൽ അപ്പോഴാണ് തറവാടിന്റെ ഉമ്മറപ്പടി കടന്ന് വടിയൂഞ്ഞി ഗാംഭീര്യത്തോടെ
തറവാട്ടിലെ മുതിർന്ന കാരണവരായ മുത്തശ്ശി കടന്നു വന്നത്. മുത്തശ്ശി കോപത്തോടെ കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, നിർത്തട മാധവ നിന്റെ വിഷനാക്ക്. അധർമ്മിയും ആർത്തിയുള്ളവനുമായ നിനക്ക് ഈ തറവാട്ടിലെ കാര്യങ്ങളിൽ സംസാരിക്കാൻ എന്ത് അവകാശമാണുള്ളത്? മാധവമേനോൻ അമ്പരപ്പോടെ പറഞ്ഞു. മുത്തശ്ശി, ഇവൾ കാരണം. മുത്തശ്ശി ശബ്ദമുയർത്തി ശ്വാസിക്കുന്നു. മിണ്ടിപ്പോകരുത്. ഇവളല്ല, നീയാണ് ഈ തറവാടിനെ ബാധിച്ച ശാപം. മാണിക്യത്തോടുള്ള നിന്റെ ആർത്തി എനിക്കറിയാൻ പാടില്ലെന്നാണോ നീ വിചാരിച്ചത്? പണത്തിനും പ്രതാപത്തിനും വേണ്ടി നീ ഒരു ദുർമാന്ത്രികനെ ഈ പടിപ്പുര കടത്തിക്കൊണ്ട് വന്നല്ലോടാ. നിന്നെപ്പോലൊരു പാപി കാരണം കാവിലുമഠത്തിന്റെ ഐശ്വര്യം വാടിപ്പോകരുത്. മുത്തശ്ശിയുടെ കടുപ്പമേറിയ വാക്കുകൾ കേട്ട് മാധവമേനോൻ മറുപടിയില്ലാതെ പല്ല് കടിച്ച് അവിടെ നിന്നും പുറകോട്ട് മാറി. മുത്തശ്ശി അനന്തന്റെയും നാഗലക്ഷ്മിയുടെ അരികിലേക്ക് വന്ന് നാഗുവിന്റെ തലയിൽ സ്നേഹത്തോടെ കൈവച്ചു. മുത്തശ്ശി പറഞ്ഞു, അനന്ത, ഇവൾ നാഗലക്ഷ്മിയാണ്. ഈ തറവാട്ടിലേക്ക് ശാപമായി വന്നവളല്ല, നമ്മുടെ സംരക്ഷകയായി വന്നവളാണ്. 100 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ പഴയ തലമുറയിലെ കാരണവന്മാർ സർപ്പക്കാവിലെ നാഗമാണിക്യം ബലമായി എടുക്കാൻ ശ്രമിച്ചു. അന്ന് കോപിഷ്ഠരായ സർപ്പങ്ങൾ തറവാടിന് ശാപം നൽകി. അന്ന് ആ ശാപത്തിൽ നിന്ന് കുടുംബത്തെ രക്ഷിക്കാൻ സ്വന്തം രക്തം നൽകി പ്രാർത്ഥിച്ച കാവലാളന്മാരുടെ രക്തബന്ധമാണ് ഇവളിലുള്ളത്. അനന്തൻ നാഗലക്ഷ്മിയുടെ കൈകൾ മുറുക്കെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. മുത്തശ്ശി, അപ്പോൾ നാഗുവിന്റെ കഴുത്തിലെ ഈ മുദ്ര? മുത്തശ്ശി പറഞ്ഞു, അത് കാവിൽ മഠത്തിന്റെ കാവലാൾക്ക് മാത്രം ലഭിക്കുന്ന ദിവ്യമായ സർപ്പമുദ്രയാണ്. ഇവളെ തൊടാൻ ഭൈരവനല്ല, ആര് വന്നാലും സർപ്പദേവതകൾ നോക്കി നിൽക്കില്ല. പക്ഷെ കറുത്തവാവ് രാത്രിയിൽ ഭൈരവൻ നടത്താൻ പോകുന്ന നാഗബലിയെ നാം തടഞ്ഞേ തീരൂ. അനന്ത, നിന്റെ പ്രണയവും സ്നേഹവുമാണ് ഇനി ഇവൾക്ക് ശക്തിയാകേണ്ടത്. മുത്തശ്ശിയുടെ വാക്കുകൾ കേട്ട് അനന്തൻ നാഗലക്ഷ്മിയെ ചേർത്ത് പിടിച്ചു. നാഗലക്ഷ്മി അവന്റെ നെഞ്ചിലേക്ക് ചാരി കണ്ണീരൊഴുക്കി. വരാനിരിക്കുന്ന കറുത്തവാവ് രാത്രിയിലെ വലിയ യുദ്ധത്തിനായി തറവാട് ഒരുങ്ങുകയായിരുന്നു.